ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പൊറാട്ടയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്ത് കടയിൽ നിന്ന് നമ്മൾ വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റുള്ള പൊറാട്ട വീശി അടിക്കാതെ വളരെ എളുപ്പത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഇതെങ്ങനെ റെഡിയാക്കുന്നതെന്ന് നോക്കാം. മൈദ വെച്ചിട്ടുള്ള പൊറാട്ടയാണ് കേട്ടോ നമ്മൾ റെഡിയാക്കുന്നത്. അപ്പം ഇവിടെ 1 കിലോ മെഷർമെൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഒരു 250 ml 4 കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു 1/4 കപ്പോളം പുറമെ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം 4 കപ്പ് പൊടി നമ്മുടെ പാത്രത്തിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു മുട്ട കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്, ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ നമ്മൾ നോർമൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാവാക്കി എടുക്കണം. അപ്പം നമ്മൾ കുറേശ്ശെയായിട്ട് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പാകം നോക്കിയിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാൻ 1 ഗ്ലാസ് വെള്ളം ആദ്യം എടുത്തിട്ട് അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ ആദ്യം ഇതൊന്നും മാവ് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. നമ്മളെടുക്കുന്ന പൊടിക്കനുസരിച്ച് അതിൽ വെള്ളത്തിൻ്റെ അളവിന് മാറ്റം വരാം കേട്ടോ. അപ്പം ഏകദേശം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാനുള്ളതാണ്. ഇപ്പം മാവ് വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൗണ്ടർ ടോപ്പ് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം. നമ്മുടെ മാവ് കുറച്ച് ലൂസായിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ചപ്പാത്തി മാവിനേക്കാളും ഒന്നങ്ങ് ലൂസാക്കിയിട്ടാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഒരു പൊടി വിതറിയിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുക്കുന്നതിലാണ് നമ്മുടെ പൊറോട്ടയുടെ പെർഫെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മാവ് കയ്യിൽ ഒട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പം കുറച്ച് പൊടി ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്നങ്ങ് കുഴച്ചെടുത്താൽ മതി. ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ നമ്മുടെ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്ലഫി ആയിട്ട് കിട്ടുള്ളൂ. ഒരു കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തിയിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാവ് ഏകദേശം ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒന്ന് തൂവി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഓയിൽ ആദ്യം ഒന്ന് എടുത്ത് വെക്കാം. നെയ്യും ഓയിലും ഒരേ അളവിൽ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അതിൽ കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമ്മുടെ മാവ് ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം മാവിന് മുകളിലായിട്ട് ഒന്നങ്ങ് ഓയിൽ തൂവി കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. 2 മണിക്കൂറോളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. കൗണ്ടർ ടോപ്പിൽ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ അതിന് പോലെ തള്ളവിരൽ വെച്ചിട്ട് ഒന്ന് അങ്ങ് അമർത്തി കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് കിട്ടും കേട്ടോ. ഇങ്ങനെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം. മാവ് മുഴുവനായിട്ടൊന്ന് ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 12 ബൗൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ബൗൾസിന് മുകളിലായിട്ട് ഒന്നുകൂടി ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നനഞ്ഞ തുണി വെച്ചിട്ട് ഒന്നങ്ങ് മൂടിടാം. ഒരു 20-25 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു തുണി മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പൊ നമ്മൾ കൈ വെച്ചിട്ടാണ് കേട്ടോ ഇത് പരത്തിയെടുക്കുന്നത്. നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് നമുക്ക് ഉരുളൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
കയ്യിൽ എണ്ണയാക്കിയിട്ട് ഇതുപോലെ ഒന്നങ്ങ് പരത്തിയെടുക്കണം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. നല്ല തിന്നായിട്ട് വരണം കേട്ടോ. എത്രത്തോളം നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും അത്രത്തോളം പരത്തിയെടുക്കണം കേട്ടോ. തിന്നായിട്ട് പരത്തിയെടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒന്നങ്ങ് മൈദപ്പൊടി വിതറി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വിതറി കൊടുത്താൽ മതി. അതിനുശേഷം ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ മാക്സിമം ഒന്ന് പരത്തി തിന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ വീശി അടിക്കുന്നൊന്നുമില്ല. ഇതുപോലെ കത്തി വെച്ചിട്ട് 1 സെന്റിമീറ്ററോളം വീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ കേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന നൈഫാണ് എടുത്തിട്ടുള്ളത്. ഇത് തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താലും മതി. ഇനി ഇത് ഒരു ഭാഗത്തു നിന്നും മറ്റേ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ. 2 ഭാഗവും ഇതുപോലെ ഒരുമിച്ചാക്കി എടുത്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഒന്നങ്ങ് കൈവച്ചിട്ട് വലിച്ചു നീട്ടി കൊടുക്കണം കേട്ടോ. 2 ഭാഗത്തും കൈവച്ചിട്ട് ഒന്നങ്ങ് വലിച്ചു നീട്ടിയിട്ട് ഒന്ന് വലുതാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പൊ ഒന്നുകൂടി ഒന്ന് വലിപ്പത്തിൽ കിട്ടും. അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് റൗണ്ട് ചെയ്തെടുക്കണം. അപ്പൊ ഒന്നെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെ ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതിന്റെ അറ്റത്ത് വരുന്ന ഭാഗം ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്നങ്ങ് മാറ്റി വെക്കാം. അങ്ങനെ മുഴുവനായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെയ്ത് വെച്ചിട്ടുള്ളത് മുഴുവനായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് ഒരു ശീല നനഞ്ഞത് വെച്ച് കൊടുത്തിട്ട് ഒന്നങ്ങ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയിട്ട് പാനിലിട്ടിട്ട് ഒന്ന് ചുട്ടെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈവെള്ളയിൽ ഓയിലാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് എടുത്തിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് കൈവച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നാക്കി എടുക്കാൻ പാടില്ല കേട്ടോ. കുറച്ച് കട്ടിയിൽ വേണം നമ്മൾ ഇതൊന്ന് പരത്തിയെടുക്കാൻ. അപ്പോൾ കൈ വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം ഓയിൽ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിലേ നമുക്ക് പൊറോട്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കേട്ടോ ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രാവശ്യം തിരിച്ചു മറിച്ചിട്ട് ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ഒരു ഭാഗം നന്നായിട്ടൊന്ന് റെഡി ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ 1-2 പ്രാവശ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ഇതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്കിതൊന്ന് മാറ്റാം. 3-4 റെഡിയായ സമയത്ത് ഇതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കണം കേട്ടോ. അവിടെയാണ് നമ്മുടെ പൊറോട്ട നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ചൂടോടെ തന്നെ അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 4 പൊറോട്ട ആയ സമയത്ത് ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് 2 പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം കൈ ഒന്ന് മാറ്റിയിട്ട് ഒന്നങ്ങ് വീണ്ടും അടിച്ചെടുക്കുക. അങ്ങനെ തീർച്ചയായിട്ടും അടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ലെയർ പൊറോട്ട കിട്ടും. അപ്പൊ നമ്മൾ പൊറോട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ലെയറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നോക്കൂ, നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടില്ലേ. അപ്പൊ ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ലെയർ പൊറോട്ട നമുക്ക് റെഡിയാക്കാം. അപ്പൊ ബാക്കിയുള്ളതും അതുപോലെ ചുട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ നല്ല അടിപൊളി ഹോം മെയ്ഡ് പൊറോട്ടയാണ്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ലെയർ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ റെഡിയാക്കാനും എളുപ്പമല്ലേ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നും പറയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യാം. അപ്പൊ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ഇറ്റ്സ് മീ സഹല പതിൽ ഫ്രം സിദാസ് റെസിപ്പീസ്.